എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരത് കുമാർ. ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാന്നല്ലേ? തിരുപ്പതി യാത്രയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ അമ്മയുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തായ സുനിയമ്മയും ഫാമിലിയുമുണ്ട്. എനിക്ക് തോന്നുന്നത് സുനിയമ്മയുടെ വർഷങ്ങളായിട്ടുള്ള വലിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇന്നത്തെ ഒരു യാത്ര. ഞാൻ പലതവണ തിരുപ്പതിയിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ യാത്ര എനിക്കും വളരെ സ്പെഷ്യലായിരുന്നു. കാരണം മറ്റൊന്നുമല്ലാട്ടോ, തീവ്രമായ ഭക്തി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് കാണും അല്ലെങ്കിൽ കേൾക്കും എന്നാണല്ലോ. അതെന്താണെന്ന് വഴിയെ പറയാം. തലേദിവസം 3 മണിക്ക് പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഒരു 4:30 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ തിരുപ്പതിയിലെത്തി. അവിടെ നേരെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ടുള്ള ഭീമ ഡീലക്സ്, നമ്മൾ എപ്പോൾ വന്നാലും താമസിക്കുന്ന ഒരു ഹോട്ടലാട്ടോ. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഇവരുടെ സർവീസ്, അത് നമുക്ക് പറയാതെ വയ്യ. ഗംഭീരമായ സർവീസാണ്. അതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂം. ഈ തിരുപ്പതി യാത്രയും ഈ സൗകര്യങ്ങളുമൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തു തരുന്നത് നമ്മുടെ സ്വന്തം സാമിയേട്ടനാട്ടോ. സാമിയേട്ടൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരുടെ സ്വന്തം ശ്രീധർ സ്വാമി. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ആദ്യം പോയത് ശ്രീ കാളഹസ്തീശ്വര സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. തിരുപ്പതിയിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്വർണമുഖി നദിക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് കാലത്ത് ക്ഷേത്രം പണിയുന്ന സമയത്ത് ഈ നദിയിൽ കുളി കഴിഞ്ഞാൽ ആ പണിത കാശിനുള്ള സ്വർണം ഈ നദിയിൽ നിന്നും അവർക്ക് ദാനമായി കിട്ടും എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ നദിക്ക് സ്വർണമുഖി എന്ന പേര് വരാൻ കാരണം. രാഹുകേതു ദോഷം മാറാൻ ഇവിടെ വന്ന് തൊഴുന്നത് വളരെ ഫലപ്രദമാണെന്നാണ് വിശ്വാസം. 9 ഗ്രഹങ്ങളെയും 27 നക്ഷത്രങ്ങളെയും ആഭരണമായി ധരിച്ചിട്ടുള്ള ദേവനാണ് ശ്രീ കാളഹസ്തീശ്വര സ്വാമി. ഇവിടെ രാഹു കേതു അങ്ങനെ 2 ക്ഷേത്രങ്ങളാണുള്ളത്. രാഹു ഭഗവാന്റെ പ്രതിഷ്ഠ വളരെ വിശേഷപ്പെട്ട പ്രതിഷ്ഠയാണ്. കാരണം ഏറ്റവും കൊടിയ വിഷമുള്ള 5 നില നാഗം, ആനയുടെ ദന്തം, ചിലന്തി ഇങ്ങനെയൊക്കെ കൂടിയിട്ടാണ് ആ ഒരു പ്രതിഷ്ഠ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഭഗവാന്റെ പ്രതിഷ്ഠയുടെ ഇടതുവശത്തായിട്ട് 2 തിരിയുള്ള ഒരു ദീപം അനങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. ഭഗവാന്റെ മൂക്കിൽ നിന്നും വരുന്ന ശ്വാസമാണ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചഭൂത ക്ഷേത്രങ്ങളിലെ വായുക്ഷേത്രം എന്നും ഇതറിയപ്പെടുന്നു. അടുത്ത നടയിൽ ജ്ഞാനപ്രസന്നാംബികാ ദേവിയുടെ വയർഭാഗത്ത് ഒരരപ്പട്ടയിൽ നാഗത്തിന്റെ രൂപത്തിലാണ് കേതു ഭഗവാൻ കുടികൊള്ളുന്നത്. ഭാഗത്ത് ആദിശങ്കരനാൽ സൃഷ്ടിക്കപ്പെട്ട ശ്രീപീഠവും നമുക്ക് കാണാവുന്നതാണ്. ഗംഭീരമായിട്ടുള്ളൊരു ദർശനമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത്. അതിനുശേഷം ഞങ്ങൾ നേരെ തിരുമലയിലേക്കാണ് പോയത്. തിരുമലയിലേക്കുള്ള എൻട്രൻസിൽ നമ്മുടെ ഗരുഡ ഭഗവാൻ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ വണങ്ങിയിട്ടാണ് നമ്മുടെ തിരുമല യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഗോവിന്ദ ഗോവിന്ദ, ഈ ഒരു ശരണം വിളിയോട് കൂടിയിട്ടാണ് എല്ലാവരും ഇവിടുന്ന് യാത്ര തുടങ്ങുന്നത്. ഇവിടുത്തെ അറേഞ്ച്മെൻ്റ് ഒക്കെ നമുക്ക് വളരെ കണ്ടുപഠിക്കേണ്ട ഒരു സിസ്റ്റമാണ്. ഏതൊരു വണ്ടി പോയാലും നമുക്കവിടെ ഇറങ്ങി നമ്മളെ ഓരോരുത്തരെയും പേഴ്സണലി ചെക്ക് ചെയ്ത് നമ്മുടെ ലഗേജുകളെല്ലാം സ്കാൻ ചെയ്ത് മാത്രമേ അവിടുന്ന് നമ്മളെ കയറ്റി വിടുകയുള്ളൂ. അത്രയ്ക്കും മികച്ച സെക്യൂരിറ്റിയാണ് ഇവിടെയുള്ളതെല്ലാം. പലതവണ വന്നുകൊണ്ടാവാം എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. ആദ്യമായി വരുന്നവർ നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരു ഏജൻസിയുടെ കൂടെയോ അതുമല്ലെങ്കിൽ ഈ തിരുപ്പതിയെക്കുറിച്ച് അറിയാവുന്ന വ്യക്തികളുടെ കൂടെയോ ഒരു ഗൈഡൻസ് എടുത്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ശരിക്കും നമ്മളൊന്ന് ചുറ്റിപ്പോകും. ഇത് പലപ്പോഴും നമ്മൾ പല യാത്രകളിലും കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി. കാരണം നമ്മുടെ കയ്യിൽ ലഗേജൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം റൂമിൽ വച്ചേക്കുമായിരുന്നല്ലോ. ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങി. തിരുപ്പതി ടു തിരുമല 21.5 കിലോമീറ്ററാണ്. ഇത് 45 മിനിറ്റ് എടുത്ത് വേണം നമുക്ക് അവിടെ എത്താൻ. അതിന് മുമ്പോ പിൻപോ എത്തിക്കഴിഞ്ഞാൽ വണ്ടിക്ക് പിഴ അടയ്ക്കേണ്ടി വരും. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും. നമ്മൾ പോകുന്ന ചുറ്റിനും കാടാണ് കേട്ടോ. അവിടെ പല വന്യമൃഗങ്ങളും ഉണ്ട്. റോഡും പരിസരവും ഒക്കെ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നറിയോ. ഇതൊക്കെ നമ്മളൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അതുപോലെ നടന്നും നമുക്ക് മേളിലേക്ക് പോവാട്ടോ. ഏകദേശം 9 കിലോമീറ്റർ നടന്നാൽ നമുക്ക് മേളിലെത്താം.
അങ്ങനെ നമ്മൾ പരിപാവനമായ പുണ്യഭൂമിയിലതാ എത്തിയിരിക്കുകയാണ്. ഇതാണ് തിരുമലയിലുള്ള എൻട്രൻസ് കേട്ടോ. നേരെ പോയത് ദർശന ടിക്കറ്റ് എടുക്കാനാട്ടോ. നമ്മൾ ഇന്ന് പോകുന്നത് ശ്രീവാണി ദർശനം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ദർശനമാണ്. ഇവിടെ പലതരത്തിലുള്ള ദർശനമുണ്ട്. ഫ്രീ ദർശനമുണ്ട്, 300 രൂപയുടെ ദർശനമുണ്ട്. അതുപോലെ ശ്രീവാണി എന്ന് പറയുന്നത് ഒരു VIP ദർശനമാണ്. ഈ ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാനെ നേരിട്ട് തൊട്ടടുത്ത് പോയി കാണാം എന്നുള്ളത് തന്നെയാണ്. ഇനിയാണ് ഇന്നത്തെ യാത്രയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. കാരണം എന്താണെന്നോ, ഈ ടിക്കറ്റ് കൊടുക്കുന്നത് ശരിക്കും രാത്രി 12 മണിക്കാണ്. ഇന്ന് രാവിലെ 4:45 നമ്മൾ തിരുപ്പതിയിലെത്തിയത്. പക്ഷേ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നാളെ വൈകിട്ട് 4 മണിക്കാണ് ശരിക്കും നമുക്ക് ദർശനം കിട്ടേണ്ടത്. ഇവിടെയാണ് ഭഗവാന്റെ ഒരു കടാക്ഷമെന്ന് ഞാൻ പറഞ്ഞത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഭഗവാനോടുള്ള ഭക്തി 100% സിൻസിയർ ആണെങ്കിൽ അത് ഭഗവാൻ നമുക്ക് തരുമെന്നുള്ളത്. അതാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. മറ്റൊന്നുമല്ല, ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 9 മണിയായിട്ടുള്ളൂ പകല്. ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടി. ഇന്ന് വൈകിട്ട് തന്നെ ദർശനത്തിനുള്ള ടിക്കറ്റ് നമുക്ക് റെഡിയായി. അതാണ് ഭഗവാന്റെ ഒരു കടാക്ഷം. ഗോവിന്ദ ഗോവിന്ദ. എനിക്ക് തീർച്ചയാണ് സുനിയമ്മയുടെയും കുടുംബത്തിൻ്റെയും ആ ഒരു ഭക്തി അത് ഭഗവാൻ കണ്ടിരിക്കുകയാണ്. അല്ലാതെ മറ്റെന്ത് പറയാൻ. ഇവിടെ കുടിവെള്ളം കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണേണ്ട ഒരു മാതൃക തന്നെയാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളമാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മുടെ ഫീൽഡ് ഇതായതുകൊണ്ടാട്ടോ ഞാനത് എടുത്തു പറഞ്ഞത്. അതുപോലെ കണ്ടോ, ഫ്രീ ബസ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു വഴിപാടാണ് തല മൊട്ടയടിക്കുക എന്നുള്ളത്. സുനിയമ്മയുടെ മോൻ 2 വർഷമായിട്ട് തിരുപ്പതിയിൽ വന്ന് മൊട്ടയടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. അതും സഫലമായി. നമുക്ക് വൈകിട്ട് 4 മണിക്കാണ് ദർശന ടൈം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഭഗവാന്റെ മണ്ണിലെത്തി. ദേ ഈ കാണുന്ന ശ്രീകോവിലിൻ്റെ ഉള്ളിലാട്ടോ ഭഗവാൻ ഇരിക്കുന്നത്. ഏതായാലും നമുക്ക് സമയമുള്ളതുകൊണ്ട് ചുറ്റും പ്രദക്ഷിണം വയ്ക്കാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു. ആദ്യമേ പോയത് ശ്രീ വരാഹി സ്വാമിയുടെ തിരുനടയിലേക്കാണ്. അദ്ദേഹത്തെ വണങ്ങിയിട്ടാണ് ശരിക്കും ദർശനം ചെയ്യണമെന്നാണ് പഴമൊഴി. ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, ഓരോരോ വിശ്വാസങ്ങൾ. എന്തായാലും ആദ്യമേ അദ്ദേഹത്തെ വണങ്ങാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഈ കാണുന്ന ആട്ടോ അമ്പലത്തിൻ്റെ മുൻവശം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രമാണ് നമ്മുടെ തിരുപ്പതി ക്ഷേത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ പവർഫുൾ ക്ഷേത്രമാണ് കേട്ടോ ഇത്. ഇതാട്ടോ നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രക്കുളം. പുഷ്കരണി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കണ്ടാൽ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ അത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ്. കണ്ണാടി പോലെ തിളങ്ങും. ഇവിടെ നിന്ന് നേരെ ഹനുമാൻ കോവിലിലേക്കാണ് പോയത്. അവിടെ ഹനുമാൻ സ്വാമിയെ വണങ്ങി നേരെ നമ്മൾ ദർശനത്തിലേക്ക് പോവുകയായി. ഇനി തിരുപ്പതി ഭഗവാനെ തൊഴുതിട്ട് നമുക്ക് നേരെ വരാം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാനെ, എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഏതോ മുൻജന്മ സുഹൃതം. അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ഒരു ദർശനമായിരുന്നു ഭഗവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശിഷ്ട പ്രസാദമായ ലഡുവുമെല്ലാം മേടിച്ച് ഞങ്ങൾ തിരിച്ചു മഠത്തിലെത്തി. ഇവിടെ നിന്ന് ഞങ്ങൾ വേഗം താഴേക്ക് പോവുകയാണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, നേരെ പത്മാവതി അമ്മയെ തൊഴുകയാണ് ലക്ഷ്യം. തിരുപ്പതി ഭഗവാന്റെ ഭാര്യയായിട്ടോ പത്മാവതി അമ്മ. മഹാലക്ഷ്മിയാണ്. അമ്മയുടെ കടാക്ഷം കിട്ടിയാൽ നമുക്കെല്ലാവർക്കും അറിയാലോ, മഹാലക്ഷ്മി പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും എല്ലാം നമുക്ക് കിട്ടും. ഇന്നത്തെ ഈ ഒരു ദർശനത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് വൈകിട്ടേ ഒരു സ്പെഷ്യൽ ദർശനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പത്മാവതി അമ്മ ഭഗവാനെ ഉറക്കുന്ന ഒരു ദർശനമാണ് നമുക്കിന്ന് കിട്ടിയത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ദർശനം ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്.
അങ്ങനെ ഞങ്ങൾ ദർശനമെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഭഗവാനെ, എന്തൊരു മായയാണ്, നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഇന്നത്തെ ഒരു ദിവസം തന്നെ രാവിലെ കാളഹസ്തീശ്വരനെ സ്വാമിയെ തൊഴാൻ പറ്റി, തിരുപ്പതി ഭഗവാനെ തൊഴാൻ പറ്റി, പത്മാവതി അമ്മയും തൊഴാൻ പറ്റി. വല്ലാത്ത ഒന്നും വാക്കുകൾ കിട്ടുന്നില്ല. അത്രയ്ക്കും വാക്കുകൾക്ക് അതീതമായിരുന്നു ഇന്നത്തെ യാത്രയെല്ലാം. ശരിക്കും ഭഗവാന്റെ ഒരു അനുഗ്രഹം, അല്ലാതെ എന്തു പറയാൻ. ഗോവിന്ദ ഗോവിന്ദ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോയത് ഭഗവാന്റെ ജ്യേഷ്ഠനായ ഗോവിന്ദരാജസ്വാമിയെ കാണാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങോട്ടുള്ള യാത്രയും അടിപൊളിയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഗോവിന്ദരാജസ്വാമി. ഇത് കണ്ടില്ലേ, ഒറ്റക്കല്ലിൽ തീർത്ത വലിയ രാജഗോപുരങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള അനന്തപത്മനാഭസ്വാമി കിടക്കുന്നത് പോലെ തന്നെയാട്ടോ ഗോവിന്ദരാജസ്വാമിയും കിടക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് നല്ലൊരു ദർശനം ലഭിക്കുകയുണ്ടായി. ഉച്ചയ്ക്ക് 3 മണിക്ക് ട്രെയിൻ ആയതുകൊണ്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ചെക്കൗട്ട് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. നമ്മൾ ഇന്നലെ വന്ന ട്രെയിൻ തന്നെയാട്ടോ നമുക്ക് വന്നിരിക്കുന്നത്. പൂനെയിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന പൂനെ കേപ്പ് എക്സ്പ്രസ്. അങ്ങനെ ഭഗവാൻ നല്ല ഒരു യാത്രയാണ് നമുക്ക് ഇത്തവണ തന്നത്. വന്ന എല്ലാവരും വളരെ ഹാപ്പിയായി. അത് കണ്ടപ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷം. ഭഗവാനോട് ഇനിയും വന്ന് തൊഴാനുള്ള അവസരം ഉണ്ടാക്കി തരണേ എന്ന് മാത്രം പ്രാർത്ഥനയാണ് ഭഗവാനോടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ യാത്രയെല്ലാം ഗംഭീരമായി അറേഞ്ച് ചെയ്തു തന്ന സാമേട്ടനോടുള്ള നന്ദി അതൊരിക്കലും പറഞ്ഞാൽ തീരില്ല. പിറ്റേ ദിവസം അതിരാവിലെ 4:15 നമ്മൾ എറണാകുളത്ത് എത്തുകയുണ്ടായി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. ഒപ്പം നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ കാണാട്ടോ.